എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭാഗവത മഹാത്മ്യത്തിലെ 2ാമത്തെ അധ്യായം തുടങ്ങാൻ പോകുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീനാരദോവാച വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംബോജം സ്മരദുഃഖം ഗമിഷ്യതി. വൃഥാ ഖേദയസേ ബാലേ അഹോ ചിന്താതുരാ കഥം ശ്രീകൃഷ്ണചരണാംബോജം സ്മരദുഃഖം ഗമിഷ്യതി. ശ്രീനാരദൻ പറഞ്ഞു, ഹേ ബാലേ, നീ നിഷ്പ്രയോജനമായിട്ട് ഖേദിക്കുന്നു. കഷ്ടം, ഇങ്ങനെ ചിന്താതുരയാവുന്നതിൽ ബലമെന്തിരിക്കുന്നു? ശ്രീകൃഷ്ണ ചരണാരവിന്ദത്തെ സ്മരിക്കുക, എന്നാൽ ദുഃഖം നശിക്കും. ശ്ലോകം 2. ദ്രൗപദീജപരിത്രാത ഏന കൗരവസ്മലാത് പാലിത ഗോപസുന്ദര്യ സകൃഷ്ണ കോപിനോഗത. ഏനം യാതൊരുവനാൽ ദ്രൗപദി ദ്രുപദരാജപുത്രി കൗരവകസ്മലാത് കൗരവന്മാരാൽ ചെയ്യപ്പെട്ട പാപകർമ്മത്തിൽ നിന്ന് പരിത്രാത പരിരക്ഷിക്കപ്പെട്ടുവോ, ഗോപസുന്ദര്യ ഗോപസുന്ദരികൾ പാലിതാഹ പാലിക്കപ്പെട്ടുവോ, സമകൃഷ്ണ ആ കൃഷ്ണൻ കോപിനോ ഗത എങ്ങും പോയിട്ടില്ല. ശ്രീകൃഷ്ണ പാദസ്മരണം ക്ലേശഹാരമാണെന്ന് പൂർവചരിത്രത്താൽ ദൃഷ്ടാന്തരപ്പെടുത്തി കാണിച്ച് സമാശ്വസിപ്പിക്കുന്നു. കൗരവസഭയിൽ വെച്ച് ദുര്യോധന ദുശാസനാദികൾ കേശാകർഷണം വസ്ത്രാപഹരണം മുതലായ ദുഷ്പ്രവൃത്തികളാൽ ക്ലേശിപ്പിച്ച ദ്രുപദരാജപുത്രിയായ പാഞ്ചാലിയെ യാതൊരുവൻ ആ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷിച്ചുവോ, ശംഖുചൂടാദികളെ വധിച്ചിട്ട് ഗോപസുന്ദരികളെ ഏതൊരുവൻ പരിപാലിച്ചുവോ, ആ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടെയും പോയിട്ടില്ല. സർവത്ര നിറഞ്ഞു നിൽക്കുന്നവനാകയാൽ ആ ഭഗവാന് പോക്കും വരവുമില്ല, എപ്പോഴും എല്ലാ ദിക്കിലുമുണ്ട്. ശ്ലോകം 3. ത്വം തു ഭക്തേ പ്രിയാദസ്യ സതതം പ്രാണദോദിക ത്വയാ കുതസ്തു ഭഗവാൻ യാതിനീജഗൃഹേഷവി. ഹേ ഭക്തേ, നീയാകട്ടെ ആ ശ്രീകൃഷ്ണ ഭഗവാന് സപ്രാണനേക്കാൾ പ്രിയയാവുന്നു. നിന്നാൽ ആഹ്വാനം ചെയ്യപ്പെട്ടവനായിട്ട് ആ ഭഗവാൻ നീചഗൃഹങ്ങളിൽ കൂടെ പ്രവേശിച്ചിരിക്കുന്നു. ധർമ്മവ്യാധൻ, ശബരി, വിതുരൻ മുതലായവരുടെ ഭക്തിക്കധീനനായ ഭഗവാൻ അവരുടെ ഗൃഹങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നുവെന്ന് സാരം. ശ്ലോകം 4. സത്യാദിത്രിയുഗേ ബോധ വൈരാഗ്യോ മുക്തിദായകോ കലോദോ കേവലം ഭക്തി ബ്രഹ്മസായുജ്യകാരിണി. കൃതം, ത്രേത, ദ്വാപരം എന്ന് 3 യുഗങ്ങളിൽ ജ്ഞാനവും വൈരാഗ്യവും മുക്തിപ്രദങ്ങളാകുന്നു. കലിയിലാകട്ടെ ഭക്തിയൊന്നു തന്നെ ബ്രഹ്മസായുജ്യത്തെ നൽകുന്നു. ശ്ലോകം 5. ഇതി നിശ്ചിത്യ ചിദ്രൂപ സദ്രൂപം ത്വം സസർജഃ പരമാനന്ദ ചിന്മൂർത്തി സുന്ദരീം കൃഷ്ണവല്ലഭാം. ഇപ്രകാരം നിശ്ചയിച്ചിട്ട് പരമാനന്ദവും ബോധവുമാകുന്ന സ്വരൂപത്തെയോടുകൂടിയ ഭഗവാൻ ചിൽ സ്വരൂപൻ ഭഗവാന്റെ സ്വരൂപത്തിന് സദൃശമായ സ്വരൂപത്തോടുകൂടിയ സുന്ദരിയായ നിന്നെ ശ്രീകൃഷ്ണ വല്ലഭയായിട്ട് സൃഷ്ടിച്ചു. ശ്ലോകം 6. ബദ്ധ്വാഞ്ജലിം ത്വയാ പൃഷ്ടം കിം കരോമീതി ചൈകദാ ത്വാം തദാജ്ഞാപയത് കൃഷ്ണോ മദ്ഭക്താൻ പോഷയേതി ച. ഒരു നാൾ നീ ശിരസിൽ അഞ്ജലീബന്ധം ചെയ്തുകൊണ്ട് ഞാൻ ചെയ്തിട്ടുണ്ടായ പ്രവൃത്തി എന്താണെന്ന് ശ്രീകൃഷ്ണനോട് ചോദിച്ചപ്പോൾ എൻ്റെ ഭക്തന്മാരെ പുഷ്ടിപ്പെടുത്തുക എന്നാണ് നിന്നോട് കൽപ്പിച്ചിരിക്കുന്നത്. ശ്ലോകം 7. അംഗീകൃതം ത്വയാ തദൈ പ്രസന്നോ ബുദ്ധരിസ്തദാ മുക്തിം ദാസിം ദദോ തുഭ്യം ജ്ഞാനവൈരാഗ്യകാവിമോ.
ആ കൽപ്പനയെ നീ അംഗീകരിച്ചു. അപ്പോൾ ശ്രീഹരി നിന്നിൽ സന്തോഷിച്ച് മുക്തിയെ നിനക്ക് ദാസിയായിട്ടും ജ്ഞാനം വൈരാഗ്യം എന്ന് പേരായ രണ്ടുപേരെ പുത്രന്മാരായിട്ടും നൽകി. ശ്ലോകം 8. പോഷണം സേനരൂപേണ വൈകുണ്ഠേ ത്വം കരോഷിജ ഓമോ ഭക്തവിഭൂഷായ ഛായാരൂപം ത്വയാ കൃതം. നീ നിന്റെ പരമാർത്ഥ സ്വരൂപത്തോടുകൂടെ വൈകുണ്ഠത്തിൽ ഭക്തന്മാരെ പരിപാലിക്കുകയും ചെയ്യുന്നു. ഭൂമിയിലുള്ള ഭക്തന്മാരെ വിശേഷമായി പരിപാലിപ്പാൻ വേണ്ടിയിട്ട് നിന്റെ പ്രതിബിംബം നിന്നാൽ കൽപ്പിക്കപ്പെട്ടിരിക്കുകയാവുന്നു. ശ്ലോകം 9. മുക്തിം ജ്ഞാനം വിരക്തിം ച സഹകൃത്വാ ഗതാ ഭുവേ കൃതാദിദ്വാപരസ്യാന്തം മഹാനന്ദേന സംസിത. മുക്തി, ജ്ഞാനം, വിരക്തി എന്ന 3 പേരോടുകൂടി ഭൂലോകത്തെ പ്രവേശിച്ച ഭവതി കൃതയുഗം മുതൽ ദ്വാപരയുഗം കഴിയുന്നതുവരെയുള്ള കാലം മുഴുവനും മഹാ ആനന്ദത്തോടുകൂടി വസിച്ചു. ശ്ലോകം 10. അലോ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത ത്വദാജ്ഞായ ഗതം ഗതാ ശീഘ്രം വൈകുണ്ഠം പുനരേവസ. കലിപ്രവേശത്തിൽ പാഖണ്ഡമത പ്രചാരമാകുന്ന രോഗം ബാധിച്ചതിനാൽ മുക്തിക്ക് നാശം നേരിട്ടു. അപ്പോൾ ഭഗവതിയുടെ ആജ്ഞാനുസരണം മുക്തി ശീഘ്രം വൈകുണ്ഠലോകത്തേക്ക് തന്നെ പോയി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം.